ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു പഴംപൊരിയുടെ റെസിപ്പി ആട്ടോ. ഇതിൻ്റെ ഉമ്മ ഉണ്ടാക്കിയൊരു റെസിപ്പി ആട്ടൊന്ന് അത് നിങ്ങളുമായി പങ്കുവെക്കാതെ കരുതി അത്രയേ ഉള്ളൂ. ഇത് സ്വതവേ എല്ലാവർക്കും ഉണ്ടാക്കാൻ വെക്കൊരു ഐറ്റമാണ് എങ്കിലും ഞങ്ങളുടേതായിട്ടുള്ള റെസിപ്പി നിങ്ങളുമായി പങ്കുവെക്കാതെ കരുതി അത്രയേ ഉള്ളൂ കേട്ടോ. അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ് മൈദയും അതേപോലെ ഒരു വലിയ കയ്യിൽ നിറച്ച് അരിപ്പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണ് പഞ്ചസാര, പിന്നെ കുറച്ച് ഉപ്പിട്ട് നമ്മൾ പാകത്തിനനുസരിച്ചിട്ട്, പിന്നെ ഒരു ഇഞ്ച് നമ്മൾ അപ്പസോഡ ഉണ്ടല്ലോ അതുകൂടി ആഡ് ചെയ്യുക. പിന്നെ 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് കളറിന് വേണ്ടി മാത്രം ഇട്ടത്, ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. പിന്നെ അതിന് ശേഷം ഞാൻ 2 ടേബിൾ സ്പൂണ് നമ്മൾ ദോശമാവുണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനകത്ത് സ്റ്റോക്ക് ഉണ്ടായിട്ട് മാത്രം ഞാൻ ആഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ. ജസ്റ്റ് അത് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത്. നമ്മൾ പഴംപൊരി ഇങ്ങനെ പൊങ്ങി വരുമല്ലോ, അതിന് വേണ്ടി മാത്രമാണ്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊരു വിസ്ക് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരു ലൂസ് പരിവം ആവണം, നന്നായിട്ട് ഇറക്കി കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ കാര്യം പറയാൻ വിട്ടുപോയി. ഇന്ന് ഉണ്ടാക്കുന്ന മെയിൻ റിക്സ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ, ഇന്ന് വൈകുന്നേരത്ത് ഭയങ്കര മഴയൊന്നുമിട്ട് ഇവിടെ. അപ്പോൾ മഴ പെയ്യുമ്പോൾ നമ്മൾ മനുഷ്യന്മാരല്ലേ, ഓരോ ആഗ്രഹം ഉണ്ടാവില്ല, ചൂടായിട്ടുള്ള എണ്ണക്കടി അങ്ങനെയൊക്കെ എന്തെങ്കിലും കഴിക്കാൻ. അപ്പോൾ ഞാൻ ഉമ്മയോട് പറഞ്ഞതാട്ടോ, എനിക്ക് പഴംപൊരി കഴിക്കാൻ പൂതിയാണോ, ഉമ്മ ഉണ്ടാക്കി തരാം. അപ്പോൾ എനിക്ക് അപ്പം ഉണ്ടാക്കി തന്നൊരു വീഡിയോ, അപ്പം ഉണ്ടാക്കി തന്നൊരു പഴംപൊരി കേട്ടോ. അപ്പോൾ ഞാൻ ആ വീഡിയോ അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ അവസാനം ഈ ഒരു ലൂസ് പരിവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. നന്നായിട്ട് നമ്മളൊരു വിസ്ക് യൂസ് ചെയ്തിട്ട് ഈ ഒരു ലൂസ് മോഡൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അതിന് ശേഷം ഒരു 1/2 മണിക്കൂർ അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം എന്താ, 4 നേന്ത്രപ്പഴം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 4 നേന്ത്രപ്പഴം ഇതേപോലെ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇമ്മ. എന്താ പറയുക, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിയാം, ചെറുതായിട്ടോ വലുതായിട്ടോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ മിക്സിയിൽ ഇങ്ങനെ മുക്കിയിട്ട് ഓരോരോ പഴംപൊരിയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാൻ പാം ഓയിൽ എടുത്തിട്ടുള്ളത്, നന്നായിട്ട് ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ എണ്ണയാണ് നന്നായിട്ട് വാർത്ത് മാറ്റണം കേട്ടോ, അവസാനം എടുക്കുന്ന നേരത്ത്. അപ്പോൾ നന്നായിട്ട് തന്നെ എണ്ണ വാർത്ത് മാറ്റണേ. പിന്നെന്താ, ഒരു മീഡിയം വേവ് ആയതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്താ ഒട്ടി പിടിച്ചിട്ടൊക്കെ ഉണ്ട്, നമ്മൾ സീനാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞേക്ക് ഞാൻ ഒരു ടിഷ്യൂ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ഞാനൊരു ഒരു ടിഷ്യൂക്ക് ഞാനിത് മാറ്റി വെക്കുന്നുണ്ട്. ഈ ഒരു ഗോൾഡൻ കളറായിട്ട് വേണ്ട നമുക്ക് എടുക്കാൻ. ഞാൻ ടിഷ്യൂക്ക് മാറ്റാൻ കാരണം പറഞ്ഞിരിക്കുകയാണെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ എന്താ, നമ്മൾ ഈ എണ്ണ അങ്ങനത്തെ ഈ പൊരിച്ച ഐറ്റംസൊക്കെ ടിഷ്യൂവിൽ മാറ്റി വെക്കുകയാണെങ്കിൽ അത് അങ്ങനെ ഊറ്റി പിടിച്ചോളും, വളരെ നല്ലതാട്ടോ അത്. അപ്പോൾ അതിന് ശേഷം ഇതാ നമ്മുടെ പഴംപൊരി ആയിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി കേട്ടോ.